ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നതും പിന്നെ ഒരു വെറൈറ്റി സ്റ്റൈലിൽ ദുപ്പട്ട വരുന്നൊരു കളക്ഷനുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അതിൽ ഈ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്, ലൈറ്റ് കളർഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ആഡ് ചെയ്തേക്കുന്നുണ്ടോ. ഇതുപോലെ ഫുൾ ലക്നവി വർക്ക്, ലക്നവി അല്ല കേട്ടോ, ഇത് ഫുള്ളും ബുള്ളിയൻ വർക്ക്സും ഹാൻഡ് വർക്കും ആണ് ഇതിൽ ഫുൾ ഇങ്ങനെ പോയേക്കുന്നത് ഉണ്ടല്ലേ. ഫുള്ളും ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതിൽ യോക്കിൽ വന്നിങ്ങനെ കൊണ്ടുവരാനൊന്നുമില്ല. അതിനിടയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻസിലെല്ലാം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ബുള്ളിയൻ വർക്കും കൂടെ കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം ത്രെഡ് ലൂപ്സും കൊണ്ടുള്ള വർക്കാണ് പോയേക്കുക. ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതുണ്ട്, ഇത് ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ഇതിനുണ്ട് നമ്മൾ നോർമലുള്ള എല്ലാ മെറ്റീരിയൽസിനേക്കാൾ ഇതിന് കുറച്ച് ഭയങ്കരമായിട്ട് വിട്ട് കൂടുതലാന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ വീഡിയോയിൽ ഞാനിങ്ങനെ വെച്ച് കാണിച്ചാലും മനസ്സിലാവുന്നുണ്ടോ. നല്ല വിട്ടുണ്ട് ഈ ഒരു ഫാബ്രിക്കിന്. അപ്പോൾ നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ മെറ്റീരിയൽസിനും ഒരുപോലെ ആയിരിക്കില്ല ഇങ്ങനത്തെ വിട്ട് വരുന്നത്. ഇതിന് പക്ഷേ നല്ല വിട്ടാണുള്ളത്. നോർമൽ മെറ്റീരിയൽസിനെ വെച്ച് നോക്കുമ്പം വിട്ടും ഉണ്ട്, നല്ല ലെങ്തും വരുന്നുണ്ട്. സോ അപ്പം നല്ല വണ്ണവും നല്ല പൊക്കവും ഉള്ളവർക്കൊക്കെ ഇത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഫങ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം. കേട്ടോ, വളരെ സോഫ്റ്റ് സിൽക്കാണ്, റഫായിട്ട്, ഒത്തിരി സ്റ്റിഫല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. അതിൽ ചെറിയ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ ഫുള്ള് പോയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിലെ വർക്ക്, ഫുൾ ഹാൻഡ് വർക്കാണ്. ഇതുണ്ട്, ഒരു സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ടോപ്പും ദുപ്പട്ടയും ഒരേ ഫാബ്രിക് അല്ല, ദുപ്പട്ട ഒരു സിൽക്ക് ഫാബ്രിക്കിലാണ് പോയേക്കുക. ടോപ്പിൻ്റെ ഫാബ്രിക്കോ സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കാണ്. ദുപ്പട്ടയിലെ വർക്ക് കണ്ടോ, ചെറിയൊരു ഇങ്ങനെ ഒരു ചെക്സ് അല്ലാട്ടോ, ഇങ്ങനത്തെ ഒരു പ്രിന്റഡ് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. നല്ല ഹെവി ആയിട്ട് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പം എൻ്റെ ലുക്ക്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ്. വീഡിയോയിൽ ഈ കളർ കുറച്ചുകൂടെ പേസ്റ്റിലാണ്. ഇത് ആക്ച്വലി നമ്മുടെ പിസ്താടെ ലൈറ്റ് ഷെയ്ഡെന്നോ അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഗ്രീൻ അല്ല, എനിക്ക് തോന്നുന്നത് പിസ്താടെ തന്നെ അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല, ചൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. ബട്ട് വീഡിയോയിൽ അത് കുറച്ചും കൂടെ പീസ്റ്റിലായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അത്രയും പീസ്റ്റിലല്ല, നല്ല ഷെയ്ഡ്സ് ആട്ടോ ഇത്. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല ഒരു വെറൈറ്റിയാണ് എൻ്റെ ദുപ്പട്ട ആൻഡ് ടോപ്പൊക്കെ കാണാനായിട്ട്. സോ ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുക. സോ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്, വീഡിയോയിൽ ഒരു സിൽവർ ബ്ലൂ ആയിട്ടാണ് നിങ്ങൾ കാണുക. കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ബ്ലൂവിഷ് ഗ്രീൻ രണ്ടുകൊണ്ട് ഒരു മിക്സ്ഡ് കളറാണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്തും വിടുത്തുള്ള ഫാബ്രിക്. ടോപ്പിൽ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. ഓൾറെഡി ഇതിലുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബോർഡേഴ്സ് ഇങ്ങനെ കാന്ത സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബുള്ളിയൻ വർക്ക് വരുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട. ഹെവി ടാസിൽസ് സൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്. 1540 പ്രൈസ്. സോ അപ്പോൾ ഇതിൽ ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു തെളിച്ചമായിട്ട് നിൽക്കുന്ന ഒരു ലെവൻഡറിൻ്റെയും വയലറ്റിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ അമ്മമാർക്കൊക്കെ കൂടുതലും ഇഷ്ടമാകുന്ന ടൈപ്പ് ഒരു കാറ്റലോഗാണ്. ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് ഇതിലും കൊണ്ടുവരാനൊന്നുമില്ല. ഹെവി ആയിട്ടും ഹാൻഡ് വർക്ക്സും അതായത് ത്രെഡ്സ് കൊണ്ടുള്ള വർക്ക്സാണ് ഇതിലെല്ലാം യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ദുപ്പട്ട എപ്പോഴും കാണുന്ന സ്റ്റൈൽസിൽ നിന്നും ഉണ്ടോ ഒരു വെറൈറ്റി ആയിട്ട് നിൽപ്പുണ്ട്. ദുപ്പട്ടയുടെ ആ പ്രിന്റും താഴെ ഭാഗത്തെ സ്ട്രൈപ്സും ആൻഡ് ഹെവി ടാസിൽസും പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ട. ടോപ്പ് സോഫ്റ്റ് സിൽക്കിലാണ് വന്നേക്കുക. Thank you.